മലങ്കര കാതലിക് ടി വിയിലെ മതബോധനം കാറ്റക്കേസിസ് എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാഠാവലിയിലെ 1, 2, 3 ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. 1-ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലെ 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ആ 3 വ്യക്തികളും ദൈവസ്വഭാവത്തിൽ ഒന്നായിരിക്കുന്നു, വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തുന്ന കാര്യവും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. 2-ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ത്രിത്വൈക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികൾ ത്രിത്വൈക ദൈവം എന്ന കൂട്ടായ്മയിലായിരിക്കുന്നു. 1-ാം ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും ഒരു പടി കൂടി ഉയർന്ന് ഈ യാഥാർത്ഥ്യം കുട്ടിയെ പഠിപ്പിക്കുവാനാണ് നമ്മൾ 2-ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചത്. 3-ാം ക്ലാസ്സിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്നത് യേശു എന്ന വ്യക്തിയാണ്. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച് പിതാവിൻ്റെ ഏകജാതൻ കാലത്തികവിൽ മനുഷ്യനായി തീർന്ന ദൈവപുത്രനായ മനുഷ്യാവതാരം ചെയ്ത യേശുവാണ് തൃത്വത്തിൻ്റെ കേന്ദ്രസ്ഥാനം. അതുകൊണ്ട് യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ത്രിത്വൈക ദൈവത്തെയാണ് നമ്മൾ 3-ാം ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് യേശു മിശിഹായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാടിൻ്റെ ചരിത്രത്തിൽ യേശു എന്ന വ്യക്തിയെ അവതരിപ്പിക്കാനാണ് പ്രത്യേകമായിട്ട് പരിശ്രമിച്ചത്. യേശു വെളിപ്പെടുത്തിയ പിതാവ്, യേശു അയച്ചെന്ന പരിശുദ്ധാത്മാവ്, അങ്ങനെ യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ത്രിത്വൈക ദൈവത്തെ അവതരിപ്പിക്കാനാണ് 3-ാം ക്ലാസ്സിലൂടെ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചത്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നത് 4-ാം ക്ലാസ്സാണ്. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. 4-ാം ക്ലാസ്സിലെ പ്രധാന ചർച്ചാ വിഷയം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവുമാണ്. വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാം മനസ്സിലാക്കിയെങ്കിൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം സ്നേഹത്തിൻ്റെ നിറകുടമാണ്, കാരുണ്യത്തിൻ്റെ നിറകുടമാണ്. അപ്പോൾ 1, 2, 3 ക്ലാസ്സുകളിൽ ആരാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ 4-ാം ക്ലാസ്സിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ കുട്ടിയെ പഠിപ്പിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം, ആട്രിബ്യൂട്ട്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് 4-ാം ക്ലാസ്സിൽ കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് 4-ാം ക്ലാസ് പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. 1-ാം ക്ലാസ്സിൽ ദൈവത്തിന് സ്തുതി, 2-ാം ക്ലാസ്സിൽ ത്രിത്വൈക ദൈവത്തിന് സ്തുതി, 3-ാം ക്ലാസ്സിൽ യേശു മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധത്തിലെ 3 വ്യക്തികളെ നമ്മൾ അവതരിപ്പിച്ചു. യേശു മിശിഹായുടെ പ്രത്യേക സ്ഥാനം നമ്മൾ 3-ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചു. 4-ാം ക്ലാസ്സിൽ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ കുട്ടിയെ പഠിപ്പിക്കാനാണ് പ്രത്യേകമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുക. ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ് സ്നേഹം, സ്നേഹമാണ് ദൈവം. ദൈവത്തിൻ്റെ പേര് സ്നേഹമെന്നാണ്, ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ സ്നേഹമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ 4:8. ദൈവത്തിൻ്റെ സ്നേഹം പ്രപഞ്ച സൃഷ്ടി മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. പ്രപഞ്ചത്തിലെല്ലാറ്റിനെയും സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായി സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ചുരുക്കത്തിൽ പ്രപഞ്ചം പോലും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ ആ സ്നേഹം കുറേ കൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി. ബാക്കി സൃഷ്ടിയില്ല, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തൻ്റെ കരങ്ങൾ കൊണ്ടാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26-27. ദൈവം മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യന് നൽകുകയാണ്, ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യന് നൽകുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അംശം നൽകി, ജീവൻ നൽകി, ആത്മാവിനെ നൽകി ദൈവത്തോടൊത്തു വസിക്കുവാൻ പർദീസായിൽ അവനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ദൈവം
മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനുഷ്യൻ നിരസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അതുമൂലം അവന് പർദീസയുടെ അനുഭവം നഷ്ടമായി, ദൈവത്തിൻ്റെ അംശം നഷ്ടമായി, ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടമായി, പ്രസാദവരം നഷ്ടമായി, ദൈവിക ജീവൻ നഷ്ടമായി, ദൈവിക ഛായ നഷ്ടമായി. എന്നാൽ ദൈവം മനുഷ്യനെ കരുണയോടെ വീക്ഷിച്ചു, അവനെ രക്ഷിക്കാനായി പദ്ധതി ഒരുക്കുകയാണ്. നോഹയിലൂടെയും അബ്രഹാമിൻ്റെ വിളിയിലൂടെയും മോശയിലൂടെയും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെയും ദൈവം മനുഷ്യനെ രക്ഷിക്കാനായി അദൃശ്യനായി പ്രവർത്തിച്ചു. പ്രേമത്തിലുടനീളം ദൈവം മനുഷ്യനോട് കാരുണ്യം കാണിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മകുടമായി നാം കാണുന്നത് ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യനോട് സ്നേഹം കാണിച്ചുകൊണ്ട്, കാരുണ്യം കാണിച്ചുകൊണ്ട് മനുഷ്യനെ എന്നേക്കുമായി പുനരുദ്ധരിക്കുവാൻ നഷ്ടപ്പെട്ട പറുദീസ തിരികെ നൽകിക്കൊണ്ട്, നഷ്ടപ്പെട്ട ദൈവിക ജീവൻ, പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവിക അംശം മനുഷ്യന് തിരികെ നൽകിക്കൊണ്ട് ആ പറുദീസയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ, അവനെ റെസ്റ്റോർ ചെയ്യാൻ, പുനരുദ്ധരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നു മനുഷ്യനായി തീർന്ന യേശു മിശിഹ. യേശു തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം പിതാവിൻ്റെ സ്നേഹവും കാരുണ്യവും മനുഷ്യന് നൽകി. നല്ല ഇടയൻ്റെ ഉപമയിലൂടെ ആടുകൾക്ക് വേണ്ടി ജീവൻ വെക്കുന്ന നല്ല ഇടയൻ, ആടുകളെ തേടിയിറങ്ങുന്ന നല്ല ഇടയൻ, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന നല്ല ഇടയൻ, മുറിവേറ്റതിനെ തോളിലേറ്റുന്ന നല്ല ഇടയൻ, ചുങ്കക്കാരോടും വേശ്യകളോടും പാപികളോടും ഒക്കെ യേശു കാരുണ്യം കാണിക്കുന്നു. അവിടെ പാപങ്ങൾ മോചിക്കുന്നു, രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം നൽകുന്നു. അങ്ങനെ യേശുവിൻ്റെ പരിശീലനത്തിലുടനീളം പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും പ്രകടമാക്കി. ഈ സ്നേഹത്തിൻ്റെ നിറവ്, കാരുണ്യത്തിൻ്റെ നിറവ് നമ്മൾ കാണുന്നത് കുരിശിലാണ്. മനുഷ്യരായ നാം ചെയ്ത തെറ്റിന് നാം ഏൽക്കേണ്ട ശിക്ഷ യേശു ഇടയിൽ നിന്നുകൊണ്ട്, പകരക്കാരനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ആ ശിക്ഷ ഏൽക്കുകയാണ്. മനുഷ്യവംശത്തെ പുനരുദ്ധരിക്കാനുള്ളതിൻ്റെ കോസ്റ്റ്, വില അവൻ കൊടുക്കുകയാണ്. മനുഷ്യവംശത്തിൻ്റെ പാപങ്ങൾ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, പാപമില്ലാതിരുന്നവൻ പാപമായി എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യവംശത്തിന് മുഴുവൻ പാപവും തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിക്കാൻ പാപപരിഹാര ബലിക്കുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് തന്നെ സമർപ്പിച്ചു. അതിന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി പറഞ്ഞു: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ കാൽവരിയുടെ നടുവിൽ നാട്ടിയ കുരിശിൽ തൻ്റെ ശരീരം തകർത്ത് രക്തം ചിന്തി പാപപരിഹാരത്തിനുള്ള കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനുള്ള ദൈവിക സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തിഭാവമായിരുന്നു കുരിശിലെ ആ ബലി. യേശുവിൻ്റെ മരണ ഉത്ഥാന ശേഷം യേശുവിൻ്റെ സ്നേഹവും കാരുണ്യവും പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ തുടരുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും പരിശുദ്ധാത്മാവിൽ സഭയിലൂടെ തുടരുന്നത് പ്രത്യേകമായും സഭയിലെ കൂദാശകളിലൂടെയാണ്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകളാണ് വിശുദ്ധ ലിഖിതം എങ്കിൽ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരസ്പർശമാണ്, ആലിംഗനമാണ് കൂദാശകൾ എന്ന് പറയുക. കൂദാശകളിൽ പ്രവേശക കൂദാശകളായ മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന എന്നീ കൂദാശകളും വിശുദ്ധ കുമ്പസാരവും നമ്മൾ ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളങ്ങളായ വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കൂദാശയും 4ാം ക്ലാസ്സിലെ കുട്ടികളെ പ്രത്യേകമായി പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഊന്നൽ നൽകി വിശുദ്ധ കുമ്പസാരത്തിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും കുട്ടിയെ ആനയിക്കുക എന്നുള്ളതാണ് 4ാം ക്ലാസ്സിൻ്റെ പ്രധാനമായ ലക്ഷ്യം. കഴിഞ്ഞ 3 ക്ലാസ്സിൽ ദൈവം ആരാണെന്ന് നമ്മൾ പഠിപ്പിച്ചെങ്കിൽ 4ാമത്തെ ക്ലാസ്സിൽ ആ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവുമാണ് ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് 4ാം പാഠത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ, അതിൻ്റെ തലക്കെട്ട് തന്നെ കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. ആദ്യ കുമ്പസാരത്തിനും ആദ്യ കുർബാനയ്ക്കും
കുട്ടിയെ ഒരുക്കുക എന്നുള്ള പ്രത്യേകമായ ലക്ഷ്യവും ഈ 4-ാം ക്ലാസ്സിന് ഉണ്ട്. മനുഷ്യൻ്റെ പാപവും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യവും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയിലൂടെയും എങ്ങനെ തുടരുന്നു എന്ന് പ്രത്യേകമായിട്ട് 4-ാം ക്ലാസ്സിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്ന് വരെയുള്ള വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ സഭയിലൂടെ ഈ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അവതരിപ്പിക്കാനാണ് പ്രത്യേകമായിട്ട് 4-ാം ക്ലാസ്സിൽ പരിശ്രമിക്കുക. 4-ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യ കുമ്പസാരവും ആദ്യ കുർബാനയും കൊടുക്കുന്നതിന് തടസ്സമില്ല. അതായത് 4-ാം ക്ലാസ്സിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം ആദ്യ കുർബാനയ്ക്കും ആദ്യ കുമ്പസാരത്തിനും ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. എങ്ങനെ കുമ്പസാരിക്കണം, എങ്ങനെ കുമ്പസാരത്തിന് ഒരുങ്ങണം, കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെ ആത്മശോധന ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ കുമ്പസാരം, എൻ്റെ ആദ്യ കുർബാന സ്വീകരണം എന്ന് പേര് പറഞ്ഞുകൊണ്ട് തന്നെ പാഠങ്ങൾ പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സിൽ ഉണ്ട്. ദൈവത്തിന് സ്തുതി എന്ന ഈ പാഠാവലിയിൽ 20 പാഠങ്ങളാണുള്ളത്. 1 മുതൽ 6 വരെയുള്ള പാഠങ്ങൾ പ്രത്യേകമായിട്ട് പഴയ നിയമത്തിലൂടെ ദൈവം കാണിച്ച കാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണ്. പഴയ നിയമത്തിൽ ദൈവം എങ്ങനെ തൻ്റെ സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിച്ചു. 7 മുതൽ 13 വരെയുള്ള പാഠങ്ങളിൽ പുതിയ നിയമത്തിൽ യേശു എങ്ങനെയാണ് തൻ്റെ സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിച്ചത്. 14 മുതൽ 16 വരെയുള്ള പാഠങ്ങളിൽ സഭയിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്പർശനങ്ങൾ എങ്ങനെയാണ് സഭയിലൂടെ തുടരുന്നത്. 17 മുതൽ 20 വരെയുള്ള പാഠങ്ങളിൽ ഈ ദൈവിക സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാനായിട്ട് നാം എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പൊതുവായിട്ട് പരാമർശിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ 1 മുതൽ 20 വരെയുള്ള പാഠങ്ങളുടെ പ്രധാന ലക്ഷ്യം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം അത് കുട്ടിക്ക് ബോധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുമ്പസാരത്തിലേക്കും കുർബാനയിലേക്കും ഒരു കുട്ടിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 4-ാം ക്ലാസ്സിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം. 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് നാം പഠിക്കുകയുണ്ടായി. 1-ാം ക്ലാസ് ദൈവത്തിന് സ്തുതി, 2-ാമത്തെ ക്ലാസ് തൃത്വിക ദൈവത്തിന് സ്തുതി, 3-ാമത്തെ ക്ലാസ് യേശുമിശിഹായ്ക്ക് സ്തുതി, 4-ാമത്തെ ക്ലാസ് കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം, അപദാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, കാരുണ്യമാണ്. അതുകൊണ്ടാണ് കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. ടൈറ്റിൽ അങ്ങനെയാണ് ഇട്ടിരിക്കുക. 4-ാം ക്ലാസ്സിൻ്റെ കവറിൻ്റെ തലക്കെട്ട് തന്നെയാണ് 4-ാം ക്ലാസ്സിലെ 1-ാം പാഠത്തിൻ്റെയും തലക്കെട്ട്. എല്ലാ പാഠത്തിലും നമ്മൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ 1-ാം പാഠത്തിൽ, 4-ാം ക്ലാസ്സിൻ്റെ 1-ാം പാഠത്തിലും കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം പാഠം ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. എല്ലാ പാഠവും ആരംഭിക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ എല്ലാ പാഠാവലിയുടെയും 1-ാമത്തെ പാഠം ആരംഭിക്കുന്നത് വെളിപാടിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് 1-ാമത്തെ പാഠം അവതരിപ്പിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം, സഭയിലൂടെ തുടരുന്ന വെളിപാടിൻ്റെ ചരിത്രം, അതിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഈ വെളിപാടിൻ്റെ ചരിത്രം മുഴുവൻ 1-ാമത്തെ പാഠത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. കാരുണ്യവാനായ ദൈവത്തെ നാം പൊതുവായി 1-ാമത്തെ പാഠത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം തുടങ്ങുന്നത്: ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി. എന്നിട്ട് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു, അവർക്ക് പർദീസ നൽകി. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ 1, 2, 3 ക്ലാസ്സുകളിൽ പ്രത്യേകമായിട്ട് പഠിച്ചതാണ്. പ്രത്യേകിച്ച് 1-ലും 2-ലും പഠിച്ചതാണ്. ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നതും അവർ പാപം ചെയ്യുന്നതും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ 3 പാരഗ്രാഫിൽ പഴയ നിയമം മുഴുവൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപം, എന്നാൽ ദൈവം അവരെ ഉപേക്ഷിച്ചില്ല, അവർ രക്ഷിക്കാനായി പദ്ധതി ഒരുക്കുന്നു. പഴയ നിയമത്തിൽ നോഹയിലൂടെയും അബ്രഹാമിലൂടെയും മോശയിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം തുടരുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3 പാരഗ്രാഫിൽ പഴയ നിയമം മുഴുവൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. 4-ാമത്തെ പാരഗ്രാഫിൽ യേശുവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് യേശു. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ സ്നേഹവും കാരുണ്യവും കാണിച്ചതിനെക്കുറിച്ച് പൊതുവായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു.
അവസാനം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ലോകാവസാനം വരെ തുടരുവാൻ സഭയിലൂടെ, പ്രത്യേകിച്ച് സഭയിലെ കൂദാശകളിലൂടെ ദൈവം പദ്ധതി ഒരുക്കുന്നു, വിശുദ്ധ കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും. അങ്ങനെ സഭയെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം ഇന്നും സഭയിൽ തുടരുന്നു. അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യൻ അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് കടന്നു വന്നാൽ ദൈവം അവിടെ പാപം ക്ഷമിക്കുമെന്നും വിശുദ്ധ കുർബാനയിലൂടെ അവൻ്റെ ഉള്ളിൽ വാസമുറപ്പിക്കുമെന്നും ബോധ്യം നൽകുകയാണ്. ചുരുക്കത്തിൽ അടുത്തു വരാൻ പോകുന്ന 19 പാഠങ്ങൾ ഒരു സംഗ്രഹമാണ് ഒന്നാമത്തെ പാഠം. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം, സ്നേഹം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയിലും എങ്ങനെ തുടരുന്നുവെന്ന് ഈ പാഠപുസ്തകത്തിൽ മുഴുവൻ സംഗ്രഹമായിട്ടാണ് ഒന്നാമത്തെ പാഠം ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമ പുതിയ നിയമ ചരിത്രത്തിലൂടെ സഭയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം എങ്ങനെ തുടരുന്നുവെന്ന് പൊതുവായി ബോധ്യം നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ ലക്ഷ്യം. അവിടെ നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം, മനഃപ്പാഠമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധനാക്രമത്തിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് കുട്ടിക്ക് കൂടുതൽ ബോധ്യം നൽകുക. രണ്ടാമത്തെ പാഠം അബ്രഹാമിൻ്റെ വിളി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ പാഠം അവതരിപ്പിച്ചിരിക്കുക. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നതും അവർ പാപം ചെയ്യുന്നതും അതിനുശേഷം അവർക്ക് പർദീസ നഷ്ടമാകുന്നതും കായേനും ഹാബേലും നോഹയുടെ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുട്ടിയെ പഠിപ്പിച്ചതാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ചില പ്രത്യേക വ്യക്തികളിലൂടെ ദൈവം തൻ്റെ കാരുണ്യം ചൊരിയുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുക. പഴയ നിയമത്തിൽ നമുക്കറിയാം, ആദിമാതാപിതാക്കൾ പാപം ചെയ്തു. അതിനുശേഷം നോഹയുടെ കാലമായപ്പോഴേക്കും പാപം വർദ്ധിച്ചു. ജലപ്രളയത്തിലൂടെ അനേകരും മരിച്ചു. ദൈവം നോഹയെയും കുടുംബത്തെയും സംരക്ഷിച്ചു. പക്ഷേ നോഹയുടെ മക്കളും വീണ്ടും പാപത്തിനടിമപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോൾ അവർ ബാബേൽ ഗോപുരം ഉണ്ടാക്കുന്നതും ദൈവത്തെ കൂടാതെ വലിയവനായി തീരാനുള്ള മനുഷ്യൻ്റെ വലിയ അഹന്തയുടെ പ്രതീകമായിട്ട് ബാബേൽ ഗോപുരം പണിയാൻ അവരാഗ്രഹിച്ചു. ആകാശം മുട്ടുന്ന ബാബേൽ ഗോപുരം. പക്ഷേ ദൈവം അവരുടെ ഭാഷയെ ചിതറിച്ചു. അവർക്ക് പണിയാൻ സാധിച്ചില്ല. അപ്പോൾ അവരുടെ തിന്മയുടെ പ്രതീകമായിട്ടാണ്, അഹന്തയുടെ പ്രതീകമായിട്ടാണ് ബാബേൽ ഗോപുരത്തെ അവിടെ അവതരിപ്പിച്ചിരിക്കുക. എന്നാൽ ദൈവം അവരെ നശിപ്പിക്കാനോ ബാബേൽ ഗോപുരം നശിപ്പിക്കുവാനോ ഒന്നും ദൈവം താല്പര്യപ്പെടുന്നില്ല. ദൈവം മനുഷ്യൻ്റെ തിന്മയ്ക്ക്, മനുഷ്യൻ്റെ പാപത്തിന്, മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ തിരികെ കൊടുക്കുവാൻ പദ്ധതി ഒരുക്കുന്നതിനായി ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. BC 1800 ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് അവിടെ പഠിപ്പിക്കുക. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നു. അബ്രഹാമിലൂടെ ജനതയെ ദൈവം രൂപീകരിക്കുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ അവർ ഈജിപ്തിൽ അടിമകളായി കഴിയുന്നു. ആ വിഷയങ്ങളൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അബ്രഹാമിനെ വിളിക്കുന്നതും അബ്രഹാമിലൂടെ ദൈവം പഴയ നിയമത്തിലെ ജനത്തോട് കാരുണ്യം കാണിക്കാനായി പദ്ധതി ഒരുക്കുന്നതുമായ കാര്യങ്ങളാണ് നാം 2ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുക. ആരാധനാക്രമത്തോട് ചേർന്ന ഗാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് വെച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. മൂന്നാമത്തെ പാഠത്തിൽ ഈജിപ്തിൽ നിന്ന് മോചനം. മൂന്നാമത്തെ ക്ലാസ് അതാണ്, ഈജിപ്തിൽ നിന്ന് മോചനം. മോശയെ പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. മോശയിലൂടെ ദൈവം കാരുണ്യം കാണിച്ചു. മോശയെക്കുറിച്ച് അബ്രഹാമിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ വീണ്ടും അവരെ പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അവരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് സ്നേഹം കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന സംഭവങ്ങളാണ്. ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടുന്ന സംഭവം. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ 430 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ മോശയിലൂടെ ദൈവം അവരെ രക്ഷിക്കുന്ന, മോശയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അവർക്ക് നൽകുന്ന സംഭവം സൂചിപ്പിക്കുകയാണ്. അത്ഭുതകരമായി ദൈവം അവരെ ഈജിപ്തിൽ നിന്നും രക്ഷിക്കുന്ന സംഭവം 3ാം ക്ലാസ്സിൽ നാം പ്രത്യേകമായിട്ട് കാണുന്നു. മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കുന്നതും കനാൻ ദേശത്തേക്കുള്ള യാത്രയുമാണ് ഈജിപ്തിൽ നിന്നുള്ള മോചനം എന്ന പാഠത്തിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ദൈവം മോശയിലൂടെ കാണിച്ച കാരുണ്യവും സ്നേഹവും. 4ാമത്തെ പാഠം 10 കൽപ്പനകൾ. കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം അവർക്ക് 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. അവരുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുകയാണ്.
നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. പുറപ്പാട് 19:5. മോശെ ഈ സന്ദേശം ജനങ്ങളെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. പുറപ്പാട് 19:8. അങ്ങനെ ഇസ്രായേൽ ജനവും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി നിർവഹിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ദൈവത്തിൻ്റെ ജനമായി തീരാൻ ദൈവം അവർക്ക് കൊടുത്ത 10 കൽപ്പനകൾ, സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളാണ് ഈ 4-ാം പാഠത്തിലെ ചർച്ചാ വിഷയം. നമുക്കറിയാം 10 കൽപ്പനകൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ യാഥാർത്ഥ്യമാണ്. യേശുവും 10 കൽപ്പനകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 10 കൽപ്പന എന്താണെന്ന് കുട്ടിയെ കൃത്യമായിട്ട് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. അത് കുമ്പസാരത്തിന് വളരെ ആവശ്യമാണ്. നമുക്കറിയാം 10 കൽപ്പനകൾ. അപ്പോൾ കൽപ്പനകളുടെ ലംഘനമാണ് പാപം, സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപം എന്നൊക്കെ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ എന്താണ് കൽപ്പന? അപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്ന 10 കൽപ്പനകൾ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം 10 കൽപ്പനകൾ. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഏക ദൈവത്തിലുള്ള വിശ്വാസം ഇവിടെ ഉറപ്പിക്കുകയാണ്. ദൈവമല്ലാതെ, യഹോവയായ ദൈവമല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. അവരുടെ ആ കാലഘട്ടത്തിൽ നിരവധി ദേവന്മാരുണ്ടായിരുന്നു. ബാലിൻ്റെയും മെഷേരായുടെയും ഒക്കെ പ്രതിമകളും അങ്ങനെ നിരവധി ദേവന്മാരും ദൈവന്മാരും ഒക്കെ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യഹോവയായ ദൈവം മാത്രമാണ് സത്യേക ദൈവം. ഷെമ്മ ഇസ്രായേൽ, അദോണായി ഏലോഹേനു, അദോണായി ഏഹാദ്. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാകുന്നു ഏക കർത്താവ്. ഷെമ്മ ഇസ്രായേൽ അദോണായി ഏലോഹേനു, അദോണായി ഏഹാദ്. യഹൂദജനം ഒരു സൂർദേവം പോലും നിരന്തരം പാടിക്കൊണ്ട് നടന്നിരുന്ന ഈരടിയാണ്. അപ്പം ഏക ദൈവത്തിലുള്ള വിശ്വാസം, മറ്റൊന്നിനെയും ആരാധിക്കരുത്, മറ്റൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. ആരാധിക്കാനായി മറ്റൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ ഒന്നാം കൽപ്പന ഏകദൈവത്തിലുള്ള വിശ്വാസവും ഏകദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ കൽപ്പന, ദൈവത്തിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത്. ദൈവനാമത്തോടുള്ള ഭക്തി. അവർ യഹോവ എന്ന പദം ഉപയോഗിക്കുമായിരുന്നില്ല, പകരം അദോണായി, കർത്താവ് എന്ന പദമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ദൈവനാമം പരിശുദ്ധമാണ്. ആ നാമത്തിൻ്റെ പരിശുദ്ധി അവരെപ്പോഴും സംരക്ഷിച്ചിരുന്നു. അപ്പോൾ ദൈവനാമത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. ദൈവനാമത്തെ ദുഷിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആണയിടുക, ദൈവനാമം പറഞ്ഞ് ആണയിടുക, ദൈവനാമത്തെ ദുഷിക്കുക, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച വ്യക്തികളെയോ സ്ഥലങ്ങളെയോ ഒക്കെ അപമാനിക്കുക, എല്ലാം ഈ രണ്ടാമത്തെ കൽപ്പനയ്ക്ക് എതിരാണ് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കൽപ്പന, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം സാബത്തായിരുന്നു, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് ഞായറാഴ്ചയാണ്, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ദൈവത്തോട് നമ്മുടെ കടമകളെല്ലാം നിർവഹിക്കണം. നമ്മുടെ പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, ദൈവമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധം, കൂദാശയുള്ള ബന്ധം, അതെല്ലാം നമ്മൾ ദൈവത്തോടുള്ള ബന്ധം പൂർണ്ണമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. അപ്പോൾ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തോടുള്ള എൻ്റെ ബന്ധമാണ്, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമാണ്. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യരോടുള്ള ബന്ധവുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിച്ചിരിക്കുക. 4-ാമത്തെ കൽപ്പന, മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമുക്കറിയാം, മാതാപിതാക്കൾ കാണപ്പെടുന്ന ദൈവമാണ്. അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, മാതാപിതാക്കളുള്ള എൻ്റെ ബഹുമാനം, ആദരവ്, ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനും കടപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളോട് ഉത്തരവാദിത്വം നിർവഹിക്കാതെ വരുമ്പോൾ അതും പാപമാണ്. തിരിച്ചും മറിച്ചും അതിന് അർത്ഥതലമുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. 5-ാമത്, കൊല്ലരുത്. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, അതൊരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ല. ഭ്രൂണഹത്യ മുതൽ ആത്മഹത്യ മുതൽ എല്ലാം, ജീവനെ നശിപ്പിക്കുന്നതെല്ലാം പാപമാണ്. ഒരുപക്ഷെ നേരിട്ടുള്ള കൊലപാതകം മാത്രമല്ല, വ്യക്തിഹത്യ ചെയ്യുന്നത്, മറ്റുള്ളവൻ്റെ പേര് ദുഷിപ്പിക്കുന്നത്,
കോപിക്കുന്നതും മുറിപ്പെടുത്തുന്നതെല്ലാം പരോക്ഷമായ കൊലപാതകം തന്നെയാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതും മുറിപ്പെടുത്തുന്നതും വ്യക്തിഹത്യ ചെയ്യുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും എല്ലാം തന്നെ പരോക്ഷമായ കൊലപാതകമാണ്. 6, 9 കൽപ്പനകൾ ഒരേ ആശയം തന്നെയാണ്. വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ശരീരത്തിലും മനസ്സിലും വിശുദ്ധി പാലിക്കാൻ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ലൈംഗികത ദൈവം മനുഷ്യന് നൽകിയ ദാനമാണ്. അത് വിവാഹമെന്ന ആ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് വിവാഹത്തിന് പുറത്ത് ആ ലൈംഗികത എന്ന സ്നേഹം വിവാഹത്തിന് പുറത്ത് അത് പാപമാണ് എന്ന് സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിവാഹത്തിൽ ദൈവം തന്നിരിക്കുന്ന കൂട്ടാളിയുമായി അല്ലാതെ ആ സ്നേഹം മറ്റാരെങ്കിലുമായി പങ്കുവയ്ക്കുന്നതും പാപമാണ്. അതാണ് വ്യഭിചാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി സംരക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 7ാമത്തെ കൽപ്പനയും 10ാമത്തെ കൽപ്പനയും ഒരേ ആശയം തന്നെയാണ്. മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. എനിക്കർഹമല്ലാത്തതൊക്കെ ഞാൻ സ്വന്തമാക്കുന്നതാണ് മോഷണം. അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കുക, എനിക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും ഞാൻ സ്വന്തമാക്കുന്നെങ്കിൽ അത് മോഷണമാണ്. ജോലി ചെയ്യുന്നവർക്ക് ഞാൻ കൃത്യമായ കൂലി കൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ ശമ്പളം ഞാൻ പിടിച്ചു വെക്കുകയാണ്, അത് ഞാൻ മോഷ്ടിക്കുകയാണ്. ഉത്തരവാദിത്വപൂർവ്വം ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുമ്പോൾ അതും മോഷണമാണ്. അപ്പോൾ എനിക്ക് അർഹതയില്ലാത്തത് ഞാൻ സ്വന്തമാക്കുന്നതെല്ലാം മോഷണമാണ്. അത് മോഷണത്തിന് വിവിധ തലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ വിശദീകരിക്കാനായിട്ട് സാധിക്കും. കള്ളസാക്ഷ്യം പറയരുത്, സത്യം മാത്രമേ പറയാവൂ. കള്ളം പറയരുത്, മറ്റുള്ളവർക്ക് എതിരായിട്ട് കള്ളത്തിന് സാക്ഷ്യം നിൽക്കരുത്, മറ്റുള്ള സൽപ്പേര് ഇല്ലാതാക്കരുത്, മറ്റുള്ളവർക്ക് ഹാനികരമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത്, മറ്റുള്ളവരെക്കുറിച്ച് അവിവേകമായി വിധി കൽപ്പിക്കരുത്. ഇതെല്ലാം കള്ളസാക്ഷ്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ 10 പ്രമാണങ്ങളാണ് ദൈവിക കൽപ്പനകളെന്ന് നാം പഠിക്കുക, അറിയുക. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കൽപ്പനകൾ ദൈവം തന്നിരിക്കുക. ആദ്യത്തെ 3 ദൈവത്തോടും 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യരോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 10 കൽപ്പനയുടെയും അടിസ്ഥാനം സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം ആദ്യത്തെ 3 കൽപ്പനകൾ, രണ്ടാമത്തെ 7 കൽപ്പനകൾ മനുഷ്യരോടുള്ള സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പനകൾ നൽകപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപമെന്ന് പറയാം, ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപമെന്ന് പറയാം, കൽപ്പനകളുടെ ലംഘനമാണ് പാപമെന്ന് നമുക്ക് പറയാം. ഇതിലെ ഗാനങ്ങളെ പ്രാർത്ഥനകളൊക്കെ കുട്ടിയെ പഠിപ്പിച്ച് കൂടുതൽ ബോധ്യം നൽകുക. 5ാമത്തെ പാഠം കാളക്കുട്ടിയെ ആരാധിക്കുന്നു. നമുക്കറിയാം, സീനായ് മലയിൽ നിന്ന് മോശ താഴേക്ക് വരുമ്പോൾ, കൽപ്പലകളുമായി താഴേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന സംഭവം. ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായി, അവർ പറഞ്ഞ ഉടമ്പടിക്കെതിരായി ജനം പാപം ചെയ്യുന്ന സംഭവമാണ്. ദൈവം അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും മോശ കേണപേക്ഷിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് വീണ്ടും കാരുണ്യം കാണിക്കുന്നു. അപ്പോൾ 5ാമത്തെ പാഠത്തിൽ ദൈവസ്നേഹത്തിനെതിരെ, കൽപ്പനയ്ക്കെതിരെ, ഉടമ്പടിക്കെതിരെ പാപം ചെയ്യുകയും എന്നാൽ ദൈവം അവരോട് വീണ്ടും കരുണ കാണിക്കുകയും ചെയ്യുന്ന സംഭവം. 6ാമത്തെ പാഠം വാഗ്ദത്ത ഭൂമി. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് സീനായി മലയുടെ അടിവാരത്തിലൂടെ മുൻപോട്ട് നീങ്ങുന്ന ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ നാട്ടിലെത്തുന്നതും, കാനാൻ നാട്ടിൽ എത്തിയതിന് ശേഷം ന്യായാധിപന്മാരിലൂടെ ഇസ്രായേൽ ജനം അവിടെ വളർന്നു വരുന്നതും, തുടർന്ന് രാജാക്കന്മാരിലൂടെ ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതും. എന്നാൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ അവർ വീണ്ടും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുകയും പല രാജാക്കന്മാരും ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കുകയും ദൈവകൽപ്പന ലംഘിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷണത്തിന് വിധേയരാക്കി നമുക്കറിയാം. എങ്കിലും ദൈവം അവരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല. അവരെ എന്നേക്കുമായി പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം കാരുണ്യം കാണിക്കുകയാണ്. ഇസ്രായേൽ ജനം തെറ്റ് ചെയ്തെങ്കിലും അവരെ പൂർണ്ണമായി ദൈവം ശിക്ഷിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. ചരിത്രത്തിലുടനീളം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരസിക്കുന്നതും, എന്നാൽ അവർ അനുദപിക്കുമ്പോഴൊക്കെ ദൈവം അവരോട് കാരുണ്യം കാണിക്കുന്നതുമായ സംഭവങ്ങളാണ് പഴയ നിയമത്തിൽ നാം കാണുക. അതായത് പശ്ചാത്തപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ്
പഴയ നിയമത്തിൽ നാം കാണുക ഈ 6 പാഠങ്ങളിലായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പുതിയ നിയമത്തിലേക്ക് വരികയാണ്. 7-ാം പാഠം രക്ഷകൻ്റെ ആഗമനം. അവിടെ ആദിമാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ് തുടങ്ങി. കാലത്തിൻ്റെ തികവിൽ ദൈവം മനുഷ്യനായി ജനിച്ച സംഭവം പറഞ്ഞ് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശുവിൻ്റെ ജനനം, സ്നാപക യോഹന്നാൻ യേശുവിനെ വഴിയൊരുക്കുന്നത്, യേശുവിൻ്റെ മാമോദീസ, യേശു തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കർത്താവ് സ്വദേശമായ നസ്രത്തിൽ ചെന്ന് സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കാ 4:18-19. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഇടപെടലുകൾ യേശുവോടെ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ പരിശീലനത്തിൻ്റെ ആരംഭത്തിൽ. അപ്പോൾ യേശുവിൻ്റെ ആഗമനം അല്ലെ രക്ഷകൻ്റെ ആഗമനം എന്ന് പറഞ്ഞുകൊണ്ട് 7-ാം പാഠം യേശു തൻ്റെ പരിശീലനത്തിലുടനീളം പ്രസംഗിച്ചും രോഗശാന്തി നൽകിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും പാപമോചനം നൽകിയും വേദന അനുഭവിക്കുന്നവർക്ക് ദരിദ്രർക്ക് ആശ്വാസം നൽകിയും പാപികളോടും ചുങ്കക്കാരോടും കരുണ കാണിച്ചും പാപങ്ങൾ ക്ഷമിച്ചും ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യവംശത്തിന് നൽകി. 8-ാമത്തെ പാഠം യേശുവിൻ്റെ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ, നിത്യൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ 10 കൽപ്പനയെ ഒറ്റ കൽപ്പനയായി സംഗ്രഹിക്കുകയാണ്. അതിന് 2 ഭാഗങ്ങളുണ്ടെന്ന് മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പാഠം 8 ഇപ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു അവനോട് ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും സ്നേഹിക്കുക. ലൂക്കാ 10:27. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന യേശു പറഞ്ഞത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിൻ്റെ അകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. അതാണ് എല്ലാ കൽപ്പനയുടെയും പൂർത്തീകരണം. സ്നേഹമാണ് എല്ലാ കൽപ്പനയുടെയും അടിസ്ഥാനം. ആ ദൈവസ്നേഹത്തിൽ നിന്ന് ആരംഭിച്ച മനുഷ്യ സ്നേഹത്തിലേക്ക് ഒഴുകണം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സമറിയാക്കാരൻ്റെ ഉപമ കർത്താവ് പറയുന്ന ഭാഗം, ആ ഉപമയിലൂടെ എങ്ങനെയാണ് സഹോദര സ്നേഹം കാണിക്കേണ്ടതിൻ്റെ ആഴം കർത്താവ് അവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു പരിധിയുമില്ലാതെ ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്നുള്ളതാണ് സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. യഹൂദന് സമറിയാക്കാരൻ ശത്രുവാണ്. അപ്പോൾ ശത്രുവായവനാണ് വഴിയിൽ മുറിവേറ്റി കിടക്കുന്നത്. പക്ഷെ അവനെ ആ സമറിയാക്കാരൻ സ്നേഹിക്കുകയാണ്, അവനോട് കാരുണ്യം കാണിക്കുകയാണ്. കാരുണ്യം കാണിക്കുന്നത് പരിമിതമായിട്ടുള്ള പൂർണ്ണമായിട്ടാണ്. അവന് ചെയ്യാവുന്നതെല്ലാം മറ്റൊരാൾക്കും ഇടം കൊടുക്കാത്തതുപോലെ. മറ്റൊരാൾക്കും ഇനി ഒരു സ്പേസ് ഇല്ല. അവനെ കണ്ട നിമിഷം അവൻ്റെ അടുത്ത് ചെന്നു, അവനെ കയ്യിലെടുത്തു, അവന് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകി, അവനെ വാഹനത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നു. അവിടെ ഒരു ദിവസം അവനെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു, ബൈസ്റ്റാൻഡറായിട്ട് നിന്നു. അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു. പിന്നെ പറയുകയാണ്, തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചിലവായാൽ അതും തന്നുകൊള്ളാം. മറ്റൊരാൾക്കും ഒരു ഇടം കൊടുക്കാത്തതുപോലെ അവനെ കണ്ട നിമിഷം മുതൽ പൂർണ്ണ സ്നേഹം. അതാണ് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക എന്ന് പറയുന്ന, മനുഷ്യനെ പൂർണ്ണമായി സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അടയാളം നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. 9-ാമത്തെ പാഠം യേശു നല്ല ഇടയൻ. ഒരു ഇടയൻ എന്ന നിലയിൽ യേശു തൻ്റെ കാരുണ്യം കാണിക്കുകയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, യഹോവ നല്ല ഇടയൻ. സങ്കീർത്തനം 23 നാം വായിക്കുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് യാതൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. ആടുകളെ അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ വെക്കുന്ന നല്ല ഇടയൻ, തെറ്റിപ്പോയതിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ. അപ്പോൾ മനുഷ്യ നിലയിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു നല്ല ഇടയൻ്റെ ചിത്രം. 100 ആടിൽ 1 നഷ്ടപ്പെട്ടാൽ അതിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ. കിട്ടിക്കഴിയുമ്പോൾ ബാക്കി 99-നേക്കാൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന നല്ല ഇടയൻ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ പാപികളെ വിളിക്കാനാണ് വന്നത്, നീതിമാന്മാരെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപികളിലേക്ക് കാരുണ്യം ഒഴുക്കി കൊടുക്കുന്ന യേശുവിൻ്റെ ചിത്രം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും. അനുതാപത്തിൻ്റെ വലിയ
പ്രാധാന്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിൽ ദൈവത്തിൻ്റെ സന്തോഷം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, തെറ്റുപറ്റിയാൽ അനുദപിക്കുന്നതിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രാധാന്യം കുട്ടിയുടെ മനസ്സിലേക്ക് ഈ ക്ലാസ്സിലൂടെ പങ്കുവയ്ക്കണം. അങ്ങനെ അനുദപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന അല്ലെങ്കിൽ സോറി പറയുന്ന ഒരു മനോഭാവത്തിൽ ദൈവം സംപ്രീതനാകും, സ്വർഗം സന്തോഷിക്കും, ദൈവം നമ്മെ തിരികെ സ്വീകരിക്കും എന്നുള്ള വലിയ ബോധ്യം കുട്ടിക്ക് നൽകണം. അപ്പോൾ യേശുവിൻ്റെ പരിസീവത്തിലെ പ്രധാനപ്പെട്ട കരുണയുടെ മുഖങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുക. യേശു നല്ല ഇടയൻ. 10ാമത്തെ പാഠം സക്കേവൂസിൻ്റെ മാനസാന്തരം. സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നു, പാപിയായ മനുഷ്യനായിരുന്നു, മറ്റുള്ളവരൊക്കെ പിടിച്ചു പറിക്കുന്ന മനുഷ്യനായിരുന്നു, അമിതമായ ടാക്സ് കളക്ട് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അവൻ യേശുവിനെ കണ്ട മാത്രയിൽ അവനിൽ മാനസാന്തരമുണ്ടാകുകയാണ്. കർത്താവ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുകയാണ്. അവൻ പശ്ചാത്തപിച്ച് തൻ്റെ തെറ്റിനൊക്കെ പരിഹാരം ചെയ്യുകയാണ്. ഞാൻ അതിക്രമിച്ച് വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ എല്ലാം 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം. അപ്പോൾ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ലൂക്ക 19:10. പാപിയായ ചുങ്കക്കാരനെ രക്ഷിക്കുന്ന യേശുവിൻ്റെ കാരുണ്യം, പാപമോചനം നൽകി രക്ഷിക്കുന്ന യേശുവിൻ്റെ കാരുണ്യം. 11ാം പാഠം ധൂർത്തപുത്രൻ്റെ ഉപമ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഈ 11ാമത്തെ പാഠത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നാം കാണുക. നമുക്ക് ആ ഉപമ വ്യക്തമാണ്. ഇളയ മകൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അവനുള്ളതെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോകുന്നു. അവൻ അർഹതപ്പെട്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അവനെല്ലാം നശിപ്പിച്ച് അവസാനം പന്നികളെ മേയ്ക്കുന്ന ജോലി ചെയ്ത് പന്നികൾക്ക് കിട്ടുന്ന തവിടെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ച് അതും കിട്ടാതെ വന്നപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലെ ആനന്ദം അവൻ ഓർക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എല്ലാവരും എത്ര സുഭിക്ഷമായി കഴിയുന്നു, ആനന്ദമായി കഴിയുന്നു, ഞാനിവിടെ കിടന്ന് വേദനിക്കുന്നു, തകരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. അവൻ്റെ തെറ്റിനെക്കുറിച്ച് ഒരു ബോധ്യം വരികയാണ്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ പിതാവ് അവനെ കണ്ടപ്പോൾ തന്നെ ഓടി വരുന്ന പിതാവ് അവനെ കെട്ടിപ്പുണരുകയാണ്. പിതാവേ, നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്ന മകൻ. ആ മകനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പഴയകാല തെറ്റുകൾക്കൊന്നും കണക്കിടാതെ, അതൊന്നും ചോദിക്കാതെ അവനെ പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. നമ്മൾ തെറ്റ് ചെയ്താൽ അതിനെ കണക്കിടാതെ, അത് ചോദ്യം ചെയ്യാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നൊരു ദൈവത്തിൻ്റെ ഭാവം. അതാണ് ദൈവം, അതാണ് പിതാവായ ദൈവം. നമ്മുടെ മനസ്സിലെപ്പോഴും നേരെ തിരിച്ചാണ്. തെറ്റ് ചെയ്താൽ 2 അടിയൂടെ കൊടുത്താലേ നമുക്കൊരു തൃപ്തി വരത്തുള്ളൂ. അതാണ് മൂത്ത പുത്രൻ്റെ പ്രതീകത്തിലൂടെ കാണിക്കുക. ഇളയ മകൻ വന്നതിലൊന്നും അവന് എതിരില്ല. പക്ഷേ അവൻ്റെ എതിർപ്പെന്താണ്? അവൻ ഇത്രയും തെറ്റുമൊക്കെ ചെയ്തിട്ട് അവന് 2 അടി കൊടുക്കാതെ, അവന് ശിക്ഷയൊന്നും കൊടുക്കാതെ അവനെ പൂർണ്ണമായി തിരികെ എടുത്തതിലാണ് മൂത്തവൻ്റെ അസ്വസ്ഥത. അവൻ ഇത്രയും നാൾ തോന്നിയാവാസം ജീവിച്ചു, സമ്പത്തെല്ലാം അവൻ നശിപ്പിച്ചു. ആ മകനെ ഒരു ശിക്ഷയും കൊടുക്കാതെ പൂർണ്ണമായി സ്വീകരിച്ചു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ മൂത്തവന് സാധ്യമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് ഈ മൂത്ത മകൻ. തെറ്റ് ചെയ്താൽ ശിക്ഷയുടെ കൊടുത്തേലേ നമുക്ക് തൃപ്തിയാകത്തുള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല. അവൻ്റെ തെറ്റുകൾക്കൊന്നും കണക്കിടാതെ അവനെ പൂർണ്ണമായി, അവനെ സ്വന്തം മകനായി, വേലക്കാരനായിട്ടല്ല മകനായി തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ ഭവനത്തിലെ ആനന്ദത്തിലേക്ക് തിരികെ സ്വീകരിക്കുന്ന പിതാവിൻ്റെ ചിത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഏറ്റവും പരമമായ ഒരു ഉദാഹരണമാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നാം കാണുക. ആ പിതാവിൻ്റെ സ്നേഹം കണക്കില്ലാതെ, പരിധിയില്ലാതെ മക്കൾക്ക് നൽകുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം. തെറ്റിന് ശിക്ഷയില്ലാതെ, ചോദ്യം ചെയ്യാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ആനയിക്കുന്ന പിതാവിൻ്റെ ചിത്രം ഏത് പാപിയുടെയും മനസ്സിൽ കുളിർമ നൽകുന്ന, ഊർജം നൽകുന്ന, ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് പിതാവ് എന്ന് ഈ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. 12ാം പാഠത്തിൽ യേശു പാപം മോചിക്കുന്നു. യേശു തൻ്റെ പരിശീവിതകാലത്ത് പാപം മോചിക്കുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഫരീസേന ശിമോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ അവിടെ കടന്നു വരുന്നതും അവളുടെ പാപം യേശു മോചിക്കുകയാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ പാപങ്ങൾ മോചിച്ച് അവളോട് കാരുണ്യം കാണിച്ചു. ലൂക്ക 7:36-50. യേശു കഫർനാമിൽ ആയിരിക്കുമ്പോൾ തളർവാദ രോഗിയെ 4 പേര് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ കിടക്കയും എടുത്ത് നടക്കുക. അങ്ങനെ യേശു അനേകരുടെ പാപം മോചിച്ചു. പാപമോചനം നൽകി യേശു തൻ്റെ കാരുണ്യം പ്രകടമാക്കി.
13 പാഠം യേശു ജീവൻ്റെ അപ്പം. യേശു ജീവൻ്റെ അപ്പം. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. മറ്റൊരവസരത്തിൽ 7 അപ്പം വലിയ ജനാവലിക്ക് വർദ്ധിപ്പിച്ചു നൽകി, അവരെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ്റെ ഈ ലോകത്തിലുള്ള അവൻ്റെ പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങളൊക്കെ കർത്താവ് പരിഹാരം നൽകുകയാണ്. അവനോട് കാരുണ്യം കാണിക്കുകയാണ്, സ്നേഹം കാണിക്കുകയാണ്. എന്നാൽ ഈ അപ്പം വർദ്ധിപ്പിച്ചതിലൂടെ കർത്താവ് അവർക്കൊരു അടയാളം നൽകുകയായിരുന്നു. നിങ്ങൾ നശ്വരമായ ഈ അപ്പത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ ആദ്യം അപ്പം വർദ്ധിപ്പിക്കുന്നതും അതിനുശേഷം ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് വന്നതാണെന്നും ഈ അപ്പം യേശു തന്നെയാണെന്നും ഈ അപ്പം ഭക്ഷിക്കുന്നതിന് ഒരിക്കലും മരിക്കുകയില്ല എന്നും ഇത് ജീവൻ്റെ അപ്പമാണെന്നും യേശു പഠിപ്പിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ തൻ്റെ ശരീരമാണ് അപ്പമായി നൽകാൻ പോകുന്നതെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. അപ്പോൾ മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ, ലോകാവസാനം വരെ മനുഷ്യരോടൊപ്പമായിരിക്കാൻ യേശു അപ്പമായി തീരുന്നതിൻ്റെ സൂചനയാണ് 13-ാമത്തെ പാഠത്തിൽ. തന്നെ അപ്പമായി ചെറുതാക്കുന്ന യേശുവിൻ്റെ സ്നേഹം, കാരുണ്യം. ലോകാവസാനം വരെ അപ്പമായി ഈ ലോകത്തിൽ മനുഷ്യന് ആഹാരമായി തീരാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അടയാളം. 13-ാം പാഠത്തിൽ യേശു ജീവൻ്റെ അപ്പം എന്ന് പഠിപ്പിച്ചുകൊണ്ട് കുട്ടിയുടെ മനസ്സിലേക്ക് ആ ദൈവസ്നേഹവും കാരുണ്യവും നമ്മൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. 14-ാം പാഠത്തിൽ വിശുദ്ധ കുർബാന. ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വിശുദ്ധ കുർബാന സഭയുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ 13 വരെയുള്ള പാഠങ്ങളിൽ നമ്മൾ പുതിയ നിയമ സംഭവങ്ങൾ പറഞ്ഞെങ്കിൽ അടുത്തത് സഭയിലേക്ക് വരികയാണ്. ഈ അപ്പം കൂദാശയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നൽകപ്പെടുന്നു. 14-ാമത്തെ പാഠം വിശുദ്ധ കുർബാന എന്ന പേരിലാണ് പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. പ്രത്യേകിച്ചും ഈ പാഠത്തിൽ പെസഹാ സംഭവങ്ങളുടെ അനുസ്മരണയാണ്, ആഘോഷമാണ് വിശുദ്ധ കുർബാനയെന്നും വിശുദ്ധ കുർബാനയിലൂടെയാണ് യേശു തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയമായി തരുന്നതെന്നും കുട്ടിക്ക് ബോധ്യം കൊടുക്കുകയാണ്. യേശുവിൻ്റെ പെസഹാ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പാഠം ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ഈ പെസഹാ സംഭവമാണ് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതും. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആ ദൈവിക ദാനം, സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണെന്നും അത് ഭക്ഷിക്കുന്നതിലൂടെയാണ് യേശുവുമായി നാം ആഴപ്പെട്ട വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുന്നുള്ള ബോധ്യം കുട്ടിക്ക് നൽകുകയാണ്. 15-ാമത്തെ പാഠം കൂദാശകൾ എന്ന പേരിലാണ് കൊടുത്തിരിക്കുക. നമുക്കറിയാം സഭയിൽ 7 കൂദാശകളാണുള്ളത്. ഏതൊക്കെയാണ് ആ കൂദാശകളെന്ന് കുട്ടിയെ നമ്മൾ പ്രത്യേകമായിട്ട് 4-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ സ്പർശനമാണ് കൂദാശകളെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് 7 കൂദാശകൾ? മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗികളുടെ തൈലാഭിഷേകം, പട്ടം, വിവാഹം. ഈ 7 കൂദാശകളെ പ്രത്യേകമായിട്ട് കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. കാദേശ് എന്ന സുറിയാനി വാക്കിൽ നിന്നാണ് കൂദാശ, വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൂദാശ എന്ന് പറഞ്ഞാൽ ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവരൂപം നമ്മളിലേക്ക് ഒഴുകുന്ന കർമ്മങ്ങളാണ്, നിമിഷങ്ങളാണ്, പ്രവൃത്തികളാണ് കൂദാശ എന്ന് പറയുക. അപ്പോൾ 7 കൂദാശയിലും ചില ദൃശ്യമായ അടയാളങ്ങളുണ്ട്. അതേസമയം തന്നെ 7 കൂദാശയിലും അദൃശ്യമായ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അദൃശ്യമായ കൃപ നമ്മളിലേക്ക് ഒഴുകുന്ന ദൃശ്യമായ അടയാളങ്ങളെയാണ്, പ്രവൃത്തികളെയാണ്, കർമ്മങ്ങളെയാണ് കൂദാശകളെന്ന് നമ്മൾ അർത്ഥമാക്കുക. യേശു പുതിയ നിയമത്തിൽ തൻ്റെ സ്നേഹം, തൻ്റെ കാരുണ്യം അനേകർക്ക് നൽകി. എന്നാൽ മരണ ഉത്ഥാന ശേഷം യേശു തൻ്റെ സ്നേഹവും കാരുണ്യവും സഭയിലൂടെ തുടരുന്നത് ഈ കൂദാശകളിലൂടെയാണ്. അദൃശ്യനായി യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് യേശു ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും കൃപയും നമ്മുടെ മേൽ ഒഴുക്കുന്ന നിമിഷങ്ങളാണ് കൂദാശകൾ. ആ കുട്ടിക്ക് ബോധ്യമാക്കി കൊടുക്കുക. യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു സ്നേഹവും കാരുണ്യവും എങ്ങനെ കാണിച്ചോ അതേ സ്നേഹവും കാരുണ്യവും ഇന്ന് നമുക്ക് സഭയിലൂടെ കൂദാശകളിലൂടെ ലഭിക്കും. ഉദ്ധതനായ യേശു അദൃശ്യനായി ഈ കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തോട് ഇടപെടും. ഇപ്പോൾ 7 കൂദാശകൾ ഏതൊക്കെയാണെന്ന് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗികളുടെ തൈലാഭിഷേകം, പട്ടം, വിവാഹം. പൗരസ്ത്യ സഭയിൽ അല്ലെങ്കിൽ മലങ്കര സഭയിൽ 7 കൂദാശകൾ കൂടാതെ മറ്റ് ചില ദൈവിക ഇടപെടലുകളെയും കൂദാശകളായി കരുതാറുണ്ട്. വീട് കൂദാശ, പള്ളി കൂദാശ ഒക്കെ നമ്മൾ പറയാറുണ്ട്. കുരിശടി കൂദാശ,
ഇവിടെയും ദൈവത്തിൻ്റെ അദൃശ്യമായ ഇടപെടൽ, ദൈവത്തിൻ്റെ കരുണ, കൃപ ഒഴുകുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ഈ 7 കൂദാശകളെയാണ് അടിസ്ഥാനപരമായി കൂദാശ എന്ന ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ബാക്കിയെല്ലാം കൂദാശാനുകരണങ്ങൾ എന്ന പേരിലാണ് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുക. കൂദാശകളെ സാക്രമെൻറ്റ്സ് എന്നും കൂദാശാനുകരണങ്ങളെ സാക്രമെൻ്റൽസ് എന്നും ഇംഗ്ലീഷിൽ പറയുന്നു. 16-ാമത്തെ പാഠം പ്രവേശക കൂദാശകൾ. മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, ഈ 3 കൂദാശകളാണ് പ്രവേശക കൂദാശകൾ എന്ന് പറയുക. ഇതിനെ സാക്രമെൻറ്റ്സ് ഓഫ് ഇനീസിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് ആദ്യം നൽകുന്നത് ഈ 3 കൂദാശകളാണ്. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് ഈ 3 കൂദാശകൾ ഒന്നിച്ചാണ് നൽകുക. മാമോദീസയിലൂടെ ഒരു കുട്ടിയെ വിശുദ്ധീകരിക്കുകയാണ്, പരിശുദ്ധാത്മ സാന്നിധ്യം നൽകി ദൈവത്തോട് ചേർക്കുകയാണ്, ദൈവമായി ആഴപ്പെട്ട ബന്ധത്തിന് ഒരുക്കുകയാണ്. നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നൽകുന്നതിനായിട്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധ തൃത്വത്തോട് സംസർഗത്തിലാകുന്ന, ദൈവവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ് കൂദാശ. യേശുവിനോടും പരിശുദ്ധ തൃത്വത്തോടും സഭയോടും സംസർഗത്തിലാകുന്ന കൂദാശയാണ് മാമോദീസ. ഇനി മൂറോനഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രത്യേകമായി മുദ്ര കുത്തപ്പെടുന്ന നിമിഷമാണ്. പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ മുദ്ര കുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കാനുള്ള പ്രത്യേക കൃപ നൽകുന്ന കൂദാശയാണ് മൂറോനഭിഷേകം. വിശുദ്ധ കുർബാന യേശുവിന് തിരുശരീരക്തങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് യേശുവുമായി ആഴപ്പെട്ട സംസർഗത്തിലേക്ക് കടന്നു വരുന്ന കൂദാശയാണ്. അപ്പോൾ ഈ 3 കൂദാശകളിലൂടെയാണ് ഒരു വ്യക്തി യേശുവുമായും പരിശുദ്ധ തൃത്വവുമായും സഭയുമായും ആഴപ്പെട്ട കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് ഈ 3 കൂദാശകളും കൊച്ചു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കൂദാശകളുടെ പൂർണ്ണത, ഇത് 3 കൂടെ ഒന്നു ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് അനുഭവമാകുക. അതിനാണ് പ്രവേശക കൂദാശകൾ എന്ന് പറയുക. 17-ാമത്തെ പാഠം പാപം. എന്താണ് പാപം? നമ്മൾ നേരത്തെ തന്നെ കുറിച്ച് പറയുകയുണ്ടായി. സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം, കൽപ്പനയുടെ നിരസനമാണ് പാപം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം തന്നെ സ്നേഹവുമായി ബന്ധപ്പെട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. എന്താണ് പാപം? സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം. ഒന്നുകിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം, ഇല്ലെങ്കിൽ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം. അപ്പോൾ സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം, കൽപ്പനകളുടെ നിരസനമാണ്, ലംഘനമാണ് പാപം. പാപം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉത്ഭവപാപം എന്നുള്ളൊരു കാര്യമാണ്. മാമോദീസയിലൂടെ ഉത്ഭവപാപം നമുക്ക് ഇല്ലാതാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ഉത്ഭവപാപം എന്ന് പറഞ്ഞാൽ, ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപ നഷ്ടമായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടമായി, ദൈവിക സാന്നിധ്യം നഷ്ടമായി, പ്രസാദവരം നഷ്ടമായി എന്നൊക്കെ നമ്മൾ പറയും. ചുരുക്കത്തിൽ അവർക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആദിമാതാപിതാക്കൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യം നഷ്ടമായെങ്കിൽ അവർ സന്തതി പരമ്പരകൾക്കെല്ലാം, ആദ്യത്തിൻ്റെ മക്കളായി ജനിക്കുന്ന എല്ലാവർക്കും അവർക്ക് ഈ പരിശുദ്ധാത്മ സാന്നിധ്യം ഇല്ല. അപ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയാണ്, ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയാണ് ഉത്ഭവപാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രത്യേക പാപമുണ്ടെന്നല്ല, മറിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഇല്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമ്മൾ മാമോദീസായിലൂടെ പരിശുദ്ധാത്മ സാന്നിധ്യം നൽകി ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുക. അപ്പോൾ ഉത്ഭവപാപം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കുട്ടി പാപം ചെയ്തു എന്നുള്ളതല്ല, പാപത്തിൻ്റെ ഫലം ആ കുട്ടിയിൽ ഉണ്ട്. അതായത് പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ട പരിശുദ്ധാത്മ സാന്നിധ്യം ആ കുട്ടിയിലില്ല എന്നതുകൊണ്ടാണ് അത് അർത്ഥമാക്കുക. ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, അതിനെയാണ് ഉത്ഭവപാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഒരു വ്യക്തി തൻ്റെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്യുന്നതിനാണ് കർമ്മപാപം എന്ന് പറയുക. കർമ്മപാപം 2 രീതിയിലുണ്ട്. ലഘുപാപങ്ങളുമുണ്ട്, മാരകപാപവുമുണ്ട്. ലഘുപാപം എന്ന് പറയുന്നത് പാപത്തിൻ്റെ വിഷയം ലഘുവായിരിക്കണം, പിന്നെ പാപം ചെയ്യുമ്പോൾ പൂർണ്ണ അറിവും ബോധ്യവും ഇല്ലാത്ത അവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങളുമായിരിക്കണം. ഒരു വ്യക്തി പൂർണ്ണ അറിവോടും പൂർണ്ണ മനസ്സോടും കൂടെ ബോധ്യത്തോടും കൂടെ വളരെ ഗൗരവമുള്ള പാപം ബോധപൂർവം ചെയ്യുമ്പോൾ അതിനെ മാരക പാപം എന്ന് പറയും. അതുവഴി ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമെന്ന് സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് പാപമെന്നും എന്താണ് ലഘുപാപമെന്നും മാരകപാപമെന്നും ഒക്കെ കുട്ടിയെ ഈ പാഠത്തിലൂടെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അകന്നു പോയാലും ദൈവത്തിൻ്റെ കാരുണ്യം
പശ്ചാത്താപത്തിലൂടെയും പാപമോചനത്തിലൂടെയും നമുക്ക് ലഭിക്കുമെന്ന് നാം ഇതുവരെ കണ്ട പാഠങ്ങളിലൂടെ കുട്ടിക്ക് ബോധ്യം നൽകണം. അതാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം നാം ഒക്കെ മനുഷ്യരായതുകൊണ്ട് പാപം ചെയ്തു പോകും. എന്നാൽ ഏത് പാപം ചെയ്താലും ആ പാപം നാം ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ, പശ്ചാത്തപിച്ച് അനുദപിച്ച് കഴിയുമ്പോൾ നമ്മോട് ദൈവം പൂർണ്ണമായി ക്ഷമിക്കും, പരിധിയില്ലാതെ ക്ഷമിക്കും, കണക്ക് ചോദിക്കാതെ ക്ഷമിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ അത് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മനസ്സ് ഉരുകും. ആ സ്വർഗീയ പിതാവ് നമ്മെ പൂർണ്ണമായി മകനായി മകളായി സ്വീകരിക്കും. ആ വലിയ ബോധ്യം കുട്ടിയുടെ മനസ്സിലേക്ക് കയറണം. ഏത് പാപം ചെയ്താലും ദൈവം എന്നോട് ക്ഷമിക്കും, ഞാൻ പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ. ആ ബോധ്യം കുട്ടിക്ക് നൽകണം. 18ാമത്തെ പാഠം കുമ്പസാരം. കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് കൃത്യമായിട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം, യേശു പരസ്യകാലത്ത് എങ്ങനെയാണ് പാപങ്ങൾ ക്ഷമിച്ചത്, കുമ്പസാരത്തിലൂടെ എങ്ങനെയാണ് ദൈവം എൻ്റെ പാപങ്ങൾ മോചിക്കുക. ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാൻ 4 തലങ്ങളിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 4 തലങ്ങളിൽ അനുരജ്ഞനപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെ അനുരജ്ഞനപ്പെടണം, ഞാൻ ദൈവത്തോട് അനുരജ്ഞനപ്പെടണം, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് അനുരജ്ഞനപ്പെടണം, 4ാമതായിട്ട് പ്രകൃതിയോട് ഞാൻ അനുരജ്ഞനപ്പെടണം. അപ്പോൾ അനുരജ്ഞനത്തിൻ്റെ കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുക. എന്നോടും ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടുമൊക്കെ അനുരഞ്ജനപ്പെടുന്നതിൻ്റെ കൂദാശ. 4 തലങ്ങളിലുള്ള അനുരഞ്ജനം ഈ കൂദാശ ലക്ഷ്യം വെക്കുന്നു. 19ാമത്തെ പാഠം എൻ്റെ കുമ്പസാരം. എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരത്തിൻ്റെ 5 ഘടകങ്ങൾ: ആത്മശോധന, 2ാമത് മനസ്താപം, 3ാമത് പ്രതിജ്ഞ, 4ാമത് ഏറ്റുപറച്ചിൽ, 5ാമത് പ്രായശ്ചിത്തം. എങ്ങനെയാണ് ആത്മശോധന ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഏതൊക്കെ മേഖലകളിലാണ് ആത്മശോധന ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായ ദീർഘമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്താപം, പ്രതിജ്ഞ, ഏറ്റുപറച്ചിൽ, അനുതാപത്തിൻ്റെ പ്രാർത്ഥന, മൗദ്യോനിയസോ, പ്രായശ്ചിത്തം, മനസ്താപ പ്രകരണം, കുമ്പസാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന. അപ്പോൾ കുമ്പസാരത്തിന് ആവശ്യമായതെല്ലാം ഈ 19ാമത്തെ പാഠത്തിൽ അതിൻ്റെ പ്രാർത്ഥന ഉൾപ്പെടെ കുമ്പസാരത്തിന് ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് ഒരുക്കുന്ന പാഠമാണ് ഈ 19ാമത്തെ പാഠം. ബാക്കി 18 പാഠങ്ങളും കുമ്പസാരത്തിലേക്കുള്ള വഴിയാണ്. കുമ്പസാരത്തിൽ വന്നാണ് ആ വഴി പൂർണ്ണമാകുക. എന്നാൽ കുമ്പസാരത്തിൽ വന്ന് ആ വഴി പൂർണ്ണമാകുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ പരിപൂർണത അടുത്ത പാഠത്തിലാണ്. എൻ്റെ കുർബാന സ്വീകരണം, ആദ്യ കുർബാന. കുമ്പസാരം കഴിഞ്ഞിട്ട് ആദ്യ കുർബാനയിലേക്ക് കടക്കുകയാണ് കുട്ടി ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുകയാണ്. അപ്പം വിശുദ്ധ കുർബാന അത് ബലിയും വിരുന്നുമാണെന്നും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന നിമിഷമാണെന്നും ഞാനും യേശുവും തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവുമായി ആഴപ്പെട്ട ഒരു സ്നേഹബന്ധത്തിന്, വ്യക്തിബന്ധത്തിന് കുട്ടിയെ ഒരുക്കുന്ന ആദ്യ കുർബാന എന്ന വലിയ മഹനീയമായ ആ ഒരു ഒരുക്കത്തിലേക്ക് കുട്ടിയെ നയിക്കുകയാണ്. ചുരുക്കത്തിൽ 20 പാഠങ്ങളിലൂടെ വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നീ 2 കൂദാശകളിലേക്ക് കുട്ടിയെ ഒരുക്കുകയാണ്. അതിനാവശ്യമായ പശ്ചാത്തലങ്ങളാണ് നമ്മൾ ഈ 20 പാഠങ്ങളിലൂടെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ഈ പാഠം പഠിപ്പിക്കുന്ന ആവശ്യമായ അധ്യാപക സഹായി നമുക്കുണ്ട്. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇറക്കിയ അധ്യാപക സഹായിയുണ്ട്. ഓരോ പാഠം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, അതിൻ്റെ അകത്തെ പ്രധാന കണ്ടൻറ്റ് എന്താണ്, പഠിപ്പിക്കുന്ന രീതി എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ഇത് കാതുലഗേറ്റിൽ ഈ പുസ്തകം ലഭ്യമാണ്. 2ാമത് ഇറക്കിയ പുസ്തകമാണ് കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. 1ാമത്തെ പുസ്തകത്തിൽ വളരെ വ്യത്യസ്തമാണ് 2ാമത്തെ അധ്യാപക സഹായി. ഈ 2 ഉള്ളത് നല്ലതാണ് അധ്യാപകർക്ക് പഠിപ്പിക്കുന്നതിന്. അപ്പോൾ 2ാമത് ഇറക്കിയ അധ്യാപക സഹായി ഇത് രൂപതകളിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ കാതുലഗേറ്റ് സെൻറ്ററിലുമുണ്ട്. അപ്പോൾ ഈ 2 അധ്യാപക സഹായി വായിച്ചൊരുങ്ങി വേണം നിങ്ങൾ കൂടുതലും കുട്ടികളെ പഠിപ്പിക്കുവാൻ. 4ാമത്തെ പുസ്തകത്തിനും എക്സസൈസ് ചെയ്യാനായിട്ട് വർക്ക് ബുക്കുണ്ട്. ഓരോ പാഠത്തിനും അനുയോജ്യമായ എഴുതുവാനും പടം വരയ്ക്കുവാനും ചായമിടുവാനും ഒക്കെ ഉള്ള വർക്ക് ബുക്ക് 4ാം ക്ലാസ്സിലുമുണ്ട്. ഓരോ പാഠത്തോടും ചേർന്നുള്ള വർക്ക് കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ വെച്ച് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് അത് ചെയ്യിപ്പിച്ച് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി ഓരോ പാഠത്തോടും ബന്ധപ്പെടുത്തി കുട്ടികൾക്ക് കൂടുതൽ ബോധ്യവും അറിവും നൽകേണ്ടതാണ്. ദൈവത്തിന് സ്തുതി, ഗ്ലോറി ടു ഗോഡ് എന്ന പേരിലുള്ള 4 പുസ്തകങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത്. 1ാം ക്ലാസ്സിൽ ദൈവത്തിന് സ്തുതി, 2ാം ക്ലാസ്സിൽ തൃത്വൈക ദൈവത്തിന് സ്തുതി, 3ാം ക്ലാസ്സിൽ യേശു മിശിഹായ്ക്ക് സ്തുതി, 4ാം ക്ലാസ്സിൽ കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് 4 പുസ്തകങ്ങൾ, 4 ക്ലാസ്സുകൾ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. ഓരോ ക്ലാസ്സിലൂടെയും നമ്മൾ ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് കുട്ടിക്ക് ക്രമമായി ബോധ്യം കൊടുക്കുവാനും അനുഭവം കൊടുക്കുവാനുമുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 4 പുസ്തകങ്ങളിലൂടെ നമ്മൾ നടത്തിയത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ 5ാമത്തെ ക്ലാസ് പഠിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.